ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് സ്റ്റുഡിയോ. അങ്ങനെ ആഫ്രിക്കൻ മണ്ണിൽ ചരിത്ര വിജയത്തോടു കൂടി 2024 വരവേറ്റിരിക്കുകയാണ് നമ്മുടെ സ്വന്തം ഇന്ത്യൻ ക്രിക്കറ്റ് ടീം. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുൻപ് ലേറ്റസ്റ്റ് ക്രിക്കറ്റ് വീഡിയോസ് വേഗത്തിൽ അറിയുന്നതിന് വേണ്ടി മേക്ക് സ്റ്റുഡിയോ എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതോടൊപ്പം തന്നെ ഞങ്ങളുടെ ചാനലിൽ മെമ്പർഷിപ്പ് എടുക്കാൻ താല്പര്യമുള്ളവർക്ക് ജോയിൻ ബട്ടൺ എനേബിൾ ചെയ്ത് മെമ്പർഷിപ്പ് എടുക്കാവുന്നതുമാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഗൈസ്. അങ്ങനെ പുതുവർഷത്തിൽ പുതുചരിത്രം എഴുതിയിരിക്കുകയാണ് രോഹിത് ശർമ്മയുടെ നേതൃത്വത്തിലുള്ള ഇന്ത്യൻ ക്രിക്കറ്റ് ടീം. ആഫ്രിക്കൻ മണ്ണിലെ ടെസ്റ്റ് വിജയത്തിന് കാലങ്ങളോളം നീണ്ടുനിന്ന ആ ഒരു വരൾച്ച അവസാനിച്ചിരിക്കുകയാണ് രോഹിത് ശർമ്മ 2024 ക്രിക്കറ്റ് ടീം. ആദ്യ ടെസ്റ്റിൽ തകർന്നടിഞ്ഞ ഇന്ത്യ ശരിക്കും രണ്ടാം ടെസ്റ്റിൽ അതേ മൈതാനത്ത് ക്യാപ് ടൗണിൻ്റെ പിച്ചിൽ സൗത്ത് ആഫ്രിക്കയുടെ കോടിക്കണക്കിന് വരുന്ന ആരാധകരെ സാക്ഷിയാക്കിയാണ് രോഹിത് ശർമ്മയുടെ സംഘത്തിൻ്റെ മിന്നുന്ന വിജയം. ആദ്യ ഇന്നിങ്സിൽ നമുക്കറിയാം, ശരിക്കും ഇന്നലെ രണ്ടാം ടെസ്റ്റിൻ്റെ ആദ്യ ദിനം ചരിത്ര മുഹൂർത്തങ്ങൾ ഒഴിഞ്ഞു നിന്ന ഒരു ദിനം തന്നെയായിരുന്നു ആദ്യ ദിനം. ഒന്നാം ടെസ്റ്റിൻ്റെ ആദ്യ ദിനം തന്നെ 23 വിക്കറ്റുകളായിരുന്നു രണ്ട് ടീമിലുമായി ഇന്നലെ പിഴുതെറിഞ്ഞത്. നമുക്കറിയാം, ഇന്നലെ ആദ്യ ടെസ്റ്റിന് ഇറങ്ങിയ സൗത്ത് ആഫ്രിക്കയെ ബാറ്റിങ്ങിന് തിരഞ്ഞെടുക്കുകയായിരുന്നു. എന്നാൽ ആദ്യ ഇന്നിങ്സിൽ ലഞ്ച് ബ്രേക്കിന് തൊട്ട് മുൻപ് സൗത്ത് ആഫ്രിക്കയെ 55 റൺസിന് ഇന്ത്യ ഓൾ ഔട്ടാക്കിയിരുന്നു. മറുപടി ബാറ്റിങ്ങിന് ഇറങ്ങിയ ഇന്ത്യ 153 റൺസിന് ഇന്നലെ തന്നെ വീണ്ടും ഓൾ ഔട്ടാവുകയായിരുന്നു. സൗത്ത് ആഫ്രിക്ക പിന്നീട് രണ്ടാം ഇന്നിങ്സ് ബാറ്റിംഗ് തുടങ്ങിയ സൗത്ത് ആഫ്രിക്ക 176 റൺസിന് പുറത്തായി. 79 റൺസ് വേണ്ടിയിരുന്ന ഇന്ത്യ വിരാട് കോഹ്ലിയുടെയും രോഹിത് ശർമ്മയുടെയും യശസ്വി ജയ്സ്വാളിൻ്റെയും ശുഭ്മാൻ ഗില്ലിൻ്റെയും ഒക്കെ വെടിക്കെട്ട് പ്രകടനത്തിൽ ആ ഒരു സ്കോർ മറികടന്നിരിക്കുകയാണ്. 7 വിക്കറ്റിനാണ് നിലവിൽ ഇന്ത്യ വിജയിച്ചിരിക്കുന്നത്. അതോടെ 2 മത്സരങ്ങളുടെ ടെസ്റ്റ് പരമ്പരയിൽ ഇരു ടീമുകളും സമനിലയോട് കൂടി പിരിഞ്ഞിരിക്കുകയാണ്. ഇന്നിങ്സിലേക്ക് വരുവാണെങ്കിൽ നമുക്കറിയാം, സൗത്ത് ആഫ്രിക്കയുടെ രണ്ടാം ഇന്നിങ്സിൽ ജസ്പ്രീത് ബുംറ എന്ന ഇന്ത്യയുടെ വെടിക്കെട്ട് ബോളറുടെ മിന്നും പ്രകടനമാണ് ഇന്ത്യയുടെ പ്രകടനത്തിൽ നിർണായകമായത്. 6 വിക്കറ്റുകളാണ് ബുംറ പിഴുതെറിഞ്ഞത്. ഒപ്പം മുകേഷ് കുമാർ, നമുക്കറിയാം ഷാർദുൽ താക്കൂറിന് പകരം ഇലവനിലേക്ക് മടങ്ങിയെത്തിയ മുകേഷ് കുമാർ 2 വിക്കറ്റും മുഹമ്മദ് സിറാജും പ്രസിദ്ധ് കൃഷ്ണയും ഓരോ വിക്കറ്റ് വീതം നേടി. പ്ലെയർ ഓഫ് ദ മാച്ചായി വന്നിട്ടുള്ളതും അവിടെ സ്വന്തം മുഹമ്മദ് സിറാജാണ്. 2 ഇന്നിങ്സിലും കൂടി സൗത്ത് ആഫ്രിക്കയുടെ 7 ബാറ്റ്സ്മാൻമാരെയാണ് സിറാജ് പുറത്താക്കിയത്. ആദ്യ ഇന്നിങ്സിൽ സൗത്ത് ആഫ്രിക്കയെ 55 റൺസിന് ഓൾ ഔട്ടാക്കിയതിൽ നിർണായക പങ്കുവഹിച്ച താരമായിരുന്നു സിറാജ്. 6 വിക്കറ്റുകളായിരുന്നു താരം ആദ്യ ഇന്നിങ്സിൽ നേടിയത്. രണ്ടാം ഇന്നിങ്സിൽ താരം 1 വിക്കറ്റ് നേടിയിട്ടുണ്ടായിരുന്നു. ക്യാപ്റ്റൻ ഏഡൻ മാർക്രത്തിൻ്റെ 106 സെഞ്ചുറിയാണ് സൗത്ത് ആഫ്രിക്ക രണ്ടാം ഇന്നിങ്സിൽ പൊരുതാവുന്ന നിലയിലേക്ക് എത്തിച്ചത്. ഒപ്പം അവസാന ടെസ്റ്റ് കളിച്ച ഡീൻ എൽഗാർ, ആദ്യ ഇന്നിങ്സിൽ സെഞ്ചുറി നേടിയ ഡീൻ എൽഗാർ രണ്ടാം ഇന്നിങ്സിൽ 12 റൺസിന് പുറത്തായിരുന്നു. സോ അതോടെ തന്നെ ക്യാപ് ടൗണിലെ മണ്ണിൽ നടന്ന സൗത്ത് ആഫ്രിക്ക ഇന്ത്യ ടെസ്റ്റ് പരമ്പരയ്ക്ക് അവസാനമായിരിക്കുകയാണ്. നമുക്കറിയാം, ആദ്യ ടെസ്റ്റിലെ പരാജയത്തോടു കൂടി ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൻ്റെ പോയിൻറ്റ്സ് ടേബിൾ 6ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ട ഇന്ത്യക്ക് ഈ ഒരു വിജയം ആശ്വാസകരമായിരിക്കും. അങ്ങനെ സൗത്ത് ആഫ്രിക്കൻ മണ്ണിൽ ചരിത്രം എഴുതിയിരിക്കുകയാണ്. പുതുവർഷത്തിൽ പുതുചരിത്രം എഴുതിയിരിക്കുകയാണ് രോഹിത് ശർമ്മ, രാഹുൽ ദ്രാവിഡ്, വിരാട് കോഹ്ലിയും യശസ്വി ജയ്സ്വാളും ശുഭ്മാൻ ഗില്ലും ഒക്കെ അടങ്ങുന്ന ഇന്ത്യയുടെ വെടിക്കെട്ട് ടീം.